ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ വലിയൊരു മികച്ച വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 2010 ആവർത്തിക്കുമെന്ന് പറഞ്ഞു, ആവർത്തിക്കാൻ കഴിഞ്ഞില്ലേ? തീർച്ചയായിട്ടും കോട്ടയം ജില്ലയിലേതൊരു അപ്രതീക്ഷിത വിജയമൊന്നുമല്ല. ഞങ്ങൾ അതിനുവേണ്ടി കഴിഞ്ഞ ഒരു വർഷമായി നന്നായി ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തി അതിൻ്റെ മുന്നൊരുക്കങ്ങൾ ഇതിനു മുമ്പൊന്നുമില്ലാത്ത രീതിയിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിജയം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഈ ജില്ലയിലെ മുഴുവൻ UDF പ്രവർത്തകരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു. 2010 ആവർത്തിക്കുമെന്നാണ് അന്ന് ഞാൻ പറഞ്ഞിരുന്നത്. 2010 അപ്പുറത്തേക്ക് പോയി ഇപ്പോൾ കോട്ടയത്തെ വിജയം. തീർച്ചയായിട്ടും അത് വലിയ വിജയമാണ്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുന്നണി പ്രവേശമാണ്. ഇപ്പോൾ മുന്നണിയിൽ കേരള കോൺഗ്രസ് എം മുന്നിലേക്ക് വരുന്നതിൽ ഒരു പ്രസക്തി ഉണ്ടോ? ഞങ്ങളങ്ങനെ ആരെയും പ്രതീക്ഷിക്കുന്നില്ല. കാരണം UDF ഇപ്പോൾ വളരെ ഭദ്രമാണ് കോട്ടയം ജില്ലയിൽ. അതിൻ്റെ പ്രത്യേകത നിങ്ങളൊന്ന് മനസ്സിലാക്കണം. 5 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലെ പല മേഖലകളിലും UDFിലെ കക്ഷികൾ തമ്മിൽ മത്സരിച്ചിരുന്നു. കക്ഷികൾക്കിടയിൽ തർക്കമുണ്ടായിരുന്നു, റിബലുകളുണ്ടായിരുന്നു. ഇത്തവണ നിങ്ങൾക്ക് ഒരിടത്തുനിന്ന് പോലും ഒരു തരി പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതുപോലെ ഭദ്രമായി UDFിലെ ഘടകകക്ഷികൾ ചേർന്ന് പ്രവർത്തിച്ചതാണ്. അതിൻ്റെ നേട്ടം എല്ലാ ഘടകകക്ഷികൾക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ UDF സംവിധാനം വളരെ ഭദ്രമാണ്. ഏത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സന്നദ്ധമാണ്. അത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കാണിച്ചു കൊടുത്തതാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ചർച്ചകളിൽ അതില്ല. മുന്നണി പ്രവേശനത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതിനാണ് നമ്മുടെ ഈ പ്രാദേശിക ഇവിടുത്തെ ഒരു ഘടകത്തിൻ്റെ. അങ്ങനല്ല, ഇതിനകത്ത് തീരുമാനമെടുക്കേണ്ടത് UDFിൻ്റെ ഉന്നത സമിതികളാണ്. അവർ രാഷ്ട്രീയപരമായ തീരുമാനങ്ങളൊക്കെ എടുത്താൽ അതൊക്കെ UDF എപ്പോഴും അംഗീകരിക്കും. അതായത് ജില്ലാ ഘടകമല്ല ഇതൊന്നും തീരുമാനിക്കേണ്ടത്. അവസാനം തീരുമാനിക്കും. പക്ഷെ നമുക്ക് വേണ്ട എന്നുള്ളത് എന്ന് എനിക്കും പറയാൻ കഴിയില്ല. കാരണം UDF ഇങ്ങനെ വിപുലമായിക്കൊണ്ടേയിരിക്കും. പല ഘടകങ്ങളായി ഇതിലേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഇല്ലാത്ത പല സോഷ്യൽ സംവിധാനങ്ങളും ഇതിന് അനുകൂലമായി വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഭാഗമായി UDF വലുതാകുന്നതിൽ ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. UDFിലേക്ക് ആളുകൾ വന്നോട്ടെ. അതിൽ രാഷ്ട്രീയമായ തീരുമാനം എടുക്കേണ്ടത് UDFിൻ്റെ സംസ്ഥാന സമിതിയാണ്. ഈ കേരള കോൺഗ്രസ് എം വന്നാലേ വിജയത്തിലേക്ക് എത്തൂ എന്ന് പറയുന്നതിന് ഒരു പ്രസക്തിയില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് കേരള കോൺഗ്രസ് എം എന്നോ മറ്റൊരു പാർട്ടിയെന്നോ ഒന്നും ചർച്ച ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോം ജില്ലയിലല്ല. അതുകൊണ്ട് ജില്ലാ UDFിന് അതിനെക്കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല. ജില്ലാ UDF അതിനെ ആവശ്യപ്പെടുന്നുമില്ല. അത് ഇപ്പം നിലവിൽ ഭദ്രമായി മുമ്പോട്ട് പോവുകയാണ്. പൊതുവായുള്ള തീരുമാനങ്ങൾ സംസ്ഥാന നേതൃത്വം UDF എടുക്കുകയും അതിൽ ഞങ്ങളുടെ അഭിപ്രായം ചോദിച്ചാൽ അഭിപ്രായം പറയേണ്ടി വരും എന്നേ ഉള്ളൂ. അഭിപ്രായം എന്തായിരിക്കും? ഒരു വേണം എന്നുള്ളതായിരിക്കും. അല്ല, അത് ആ ഒരു സാഹചര്യം വരട്ടെ. ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഒരു ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയുന്നില്ല. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ മോൻസ് ജോസഫ് പറഞ്ഞൊരു കാര്യമാണ്. അതിരമ്പുഴയിൽ തോൽവിയിൽ കള്ളക്കളി നടന്നിട്ടുണ്ട്. അവിടെ തോറ്റതല്ല, തോൽപ്പിച്ചതാണ് എന്നൊരു അഭിപ്രായ പ്രകടനമാണ് മോൻസ് നടത്തിയിരിക്കുന്നത്. അങ്ങനല്ല, പഠിക്കാം. അതിരമ്പുഴയിലെ തോൽവി ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ്. അതിരമ്പുഴയിൽ ജയിക്കാം എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. പിന്നെ പല സ്ഥലങ്ങളിലും തോറ്റു, അതിരമ്പുഴയിലും തോറ്റിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾ UDFും പഠിക്കും. കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. തന്നെയാണ് പറഞ്ഞത്. അതായത് ഒരു കള്ളക്കളി നടന്നിട്ടുണ്ട്, അത് ഉറപ്പാണ്. കള്ളക്കളി എന്നൊന്നും പറയാൻ പാടില്ല. കാരണം ഒപ്പം നിന്ന ആളുകളെ അങ്ങനെ സംശയിക്കാനൊന്നും ഞാനില്ല. പക്ഷേ അതിനകത്ത് എന്തെങ്കിലും അങ്ങനെ പ്രത്യേക ഘടകങ്ങളുണ്ടോ എന്ന് UDF പരിശോധിക്കും.